കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ജീവിതവും ഭാവി പ്രതീക്ഷകളും കാറ്റിൽ പറത്തിക്കൊണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നടന്ന വൻ ക്രമക്കേടുകളുടെയും തട്ടിപ്പുകളുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനമായ PSCയുടെ വിശ്വാസ്യതയെ തന്നെ പൂർണ്ണമായും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ SIT അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിലെ ക്രമക്കേട് പുറത്തുവന്നതോടെ PSC ചെയർമാൻ MR ബൈജു ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഗുരുതരമായ നിയമക്കുരുക്കിലേക്ക് നീങ്ങുകയാണ്. യോഗ്യരായ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ പുറന്തള്ളി ഇടത് സംഘടനയിലെ പ്രമുഖ നേതാക്കൾക്ക് വഴിവിട്ട നിയമനം നൽകാൻ PSC ഓഫീസിനുള്ളിൽ വൻ ഗൂഢാലോചന നടന്നു എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഇതിനായി ചില ഉദ്യോഗസ്ഥർ പണിയെടുത്തതായി തെളിഞ്ഞ സാഹചര്യത്തിൽ ഉന്നതരെ പോലും നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ശക്തമായ തീരുമാനത്തിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ആസൂത്രണ ബോർഡിൽ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം ചീഫായി നിയമനം നേടിയ അരുൺ ജെ പ്രതാപ് എന്ന ഇടത് അനുഭാവിക്ക് വേണ്ടിയാണ് കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള അട്ടിമറികൾ മുൻ പിണറായി വിജയൻ സർക്കാരിന്റെയും PSCയുടെയും ഒത്താശയോടെ നടന്നതെന്ന ആരോപണം ഇപ്പോൾ കൂടുതലും ശക്തമായിരിക്കുകയാണ്. മുൻപ് ക്രൈംബ്രാഞ്ചും PSC വിജിലൻസും ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് യാതൊരുവിധ രാഷ്ട്രീയ ബന്ധവുമില്ലെന്നാണ് ഇയാൾ അവകാശപ്പെട്ടിരുന്നതെങ്കിലും പുറത്തുവരുന്ന തെളിവുകൾ ഇതിന് തികച്ചും വിപരീതമാണ്. പരീക്ഷയിലെ 9 മുതൽ 18 വരെയുള്ള 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം മനഃപൂർവ്വം ഒഴിവാക്കിയാണ് ഇയാൾക്ക് 1ാം റാങ്ക് ഉറപ്പാക്കിയതെന്ന കണ്ടെത്തൽ കേസിന്റെ ഗതി മാറ്റിയിരിക്കുകയാണ്. ഈ 10 ചോദ്യങ്ങൾക്കായി മാറ്റിവെച്ചിരുന്നത് 58 മാർക്കായിരുന്നു. അരുൺ ജെ പ്രതാപ് ഈ ചോദ്യങ്ങളിൽ 6 എണ്ണത്തിന് ഉത്തരം എഴുതിയിരുന്നില്ല എന്ന് മാത്രമല്ല, എഴുതിയ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തെറ്റാണെന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. ഒരെണ്ണത്തിന് 2 വരി മാത്രമാണ് എഴുതിയത്. താൻ എഴുതിയ ഉത്തരങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയ അരുൺ PSCയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അതിവിദഗ്ധമായി ഗൂഢാലോചന നടത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ എഴുതിയ മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെയും 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താതെ റാങ്ക് പട്ടിക തിടുക്കത്തിൽ പ്രസിദ്ധീകരിച്ചതെന്നാണ് SITയുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം ചീഫായി വഴിവിട്ട് നിയമനം നടത്തിയ അരുൺ ജെ പ്രതാപിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ ക്രമക്കേടുകളിൽ PSC ചെയർമാൻ MR ബൈജുവിന് നേരിട്ട് പങ്കുണ്ടെന്ന തരത്തിലുള്ള കൃത്യമായ പരാതികളും തെളിവുകളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതോടെ ചെയർമാന്റെ കസേരയും തെറുക്കുമെന്ന് ഉറപ്പാണ്. ചുരുക്കത്തിൽ അഹോരാത്രം കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മുകളിലാണ് സ്വാധീനവും രാഷ്ട്രീയ പിൻബലവുമുള്ളവർ ഇത്തരം അട്ടിമറികളിലൂടെ ചോര ചിന്തുന്നത്. PSC എന്ന വിശ്വാസ്യതയുടെ പ്രതീകമായിരുന്ന സ്ഥാപനത്തിൽ നടന്ന ഈ വൻ ഗൂഢാലോചനയുടെ പുകമറകൾ പൂർണ്ണമായും നീക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. ചെയർമാൻ മുതൽ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വരെ ഉൾപ്പെട്ട ഈ വഞ്ചനയ്ക്ക് പിന്നിലെ മുഴുവൻ സൃഷ്ടാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കിയാൽ മാത്രമേ തകർന്നുപോയ PSCയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാനും ലക്ഷക്കണക്കിന് വഞ്ചിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കാനും സാധിക്കുകയുള്ളൂ.